ഹലോ. അപ്പൊ ട്രിവാൻഡ്രത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകുന്നത് വന്ദേ ഭാരതിനാണ്. ഫസ്റ്റ് ടൈം വന്ദേ ഭാരതിൽ കയറുന്നതിനുള്ള എല്ലാ എക്സൈറ്റ്മെന്റും എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. കൃത്യം 4 മണിക്ക് തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. നോർമൽ ട്രെയിനെ പോലെ വന്ന പടച്ചാടി കയറാനൊന്നും പറ്റില്ല. അവരുടെ മെയിന്റനൻസും ക്ലീനിങ്ങും ഒക്കെ കഴിയുമ്പോഴത്തേക്കും അരമണിക്കൂറോളം ലേറ്റ് ആയി. അങ്ങനെ 11 മണിക്ക് ഞങ്ങൾ എത്തേണ്ട ട്രെയിനാണ് 11:30 കഴിഞ്ഞപ്പോഴേക്കും കണ്ണൂർ എത്തിയത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ട്രെയിനിലേക്ക് കയറി. ഒരു കമ്പാർട്ട്മെന്റ് മൊത്തം ഞങ്ങളായിരുന്നു എന്ന് പറയാം. കാരണം ഞങ്ങൾ 1-2 പേരെന്നല്ല, കൃത്യം 50 പേര് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അടിച്ചു ഒളിച്ച് നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മളുടെ നോർമൽ ട്രെയിനേക്കാളും റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും യാത്ര കുറച്ചും കൂടി മനോഹരമായത് ഈ വന്ദേ ഭാരതിൽ തന്നെയാണെന്ന് പറയാം. എല്ലാവരുടെ മുഖത്തും ഫസ്റ്റ് കയറിയ എക്സൈറ്റ്മെന്റും കാണായിരുന്നു. എന്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ കയറി അതേ മൂഡ് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീറ്റിന്റെ താഴെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടോയ്ലറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 2 ചോയ്സ് ഉണ്ടായിരുന്നു. യൂറോപ്പിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നു. നമ്മൾ കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദി ഹിന്ദു പിന്നെ മാതൃഭൂമിയൊക്കെ. ന്യൂസ് പേപ്പറിൽ എനിക്ക് പിന്നെ പണ്ട് അലർജി ആയിട്ട് ഞാൻ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബോട്ടില് സ്നാക്സില് വട, ക്രീം ബന്ന്, കാൻഡീസ്, മിക്സ്ചർ, അങ്ങനെ കുറച്ച് ഐറ്റംസും പിന്നെ ഹോട്ട് വാട്ടറിൽ ടീ, അതായത് കാർഡമം ടീ മിക്സും അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കാൻ വേണ്ടത്. പിന്നെ അതിന്റെ കൂടെ സാനിറ്റൈസറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫുഡിന്റെ കൂടെ സാനിറ്റൈസർ ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് സോസ് ആണെന്ന് വിചാരിച്ചു വടയുടെ കൂടെ കഴിക്കാൻ നോക്കിയവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കത് ട്രെയിനാന്ന് തോന്നിയതേ ഇല്ല. ഒന്നാമത് നമ്മൾ മാത്രം ആയത് കൊണ്ടായിരിക്കണം. പിന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് നമ്മുടെ സാധാരണ റൈസ് അല്ല, ഈ ഒരു നമ്മൾ പച്ചരി ചോറ് എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ. പിന്നെ ദാൽ കറിയും പിന്നെ പനീറും ചപ്പാത്തി പിന്നെ കേടും പിന്നെ പിക്കിളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. കാരണം എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർന്നൊക്കെ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ പൊന്നൂന് എന്തെങ്കിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി കാറ്റടിച്ച അപ്പാട് പൊന്നു ഇറങ്ങുന്നതാണ്. പക്ഷെ പൊന്നൊക്കെ ഭയങ്കര ഓണായിരുന്നു ഈ ഒരു ടൈമില്. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരം നമുക്ക് പിന്നെയും ആ ഒരു ഹോട്ട് വാട്ടർ മിക്സ് ചായ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കണ്ണൂരാണ്. അങ്ങനെ എല്ലാ സ്റ്റേഷനിലും നിർത്തുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളൊരു 11:45 ആകുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണൂരെത്തി. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ വന്ദേ ഭാരതിലെ വിശേഷങ്ങള്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.